ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയോട്ടോപ്പി. അപ്പോൾ എല്ലാവർക്കും ക്രിയോട്ടോപ്പിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചായി വീഡിയോ ചെയ്യാത്തത്, കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത്. നമുക്കൊരു ജോബോ കാര്യത്തിനോ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണിക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ പലർക്കും ഒരു ഇഷ്യൂ ഉള്ളതാണിത്. കാരണം നമ്മൾ കുറേ ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ പലതരം വെബ്സൈറ്റും കാര്യങ്ങളും മൊബൈൽ ആപ്പൊക്കെ നമ്മൾ ചെയ്യും, പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു വീഡിയോയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒറ്റൊരു കാര്യമാണ്, അതായത് എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ സ്റ്റെപ്പിൽ നമുക്കൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് അതിന് HTML ആക്കി ഡെവലപ്മെൻറ്റ് ചെയ്ത് അതിനെങ്ങനെ ലൈവാക്കാമെന്നുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇത്ര മാത്രം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോയും വരുന്ന സീരീസിലുള്ള എല്ലാ വീഡിയോയും കംപ്ലീറ്റ് വാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഡിസൈനർ പ്ലസ് ഡെവലപ്മെൻറ്റും കൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കണം, ഒരു ഡൊമൈൻ നെയിമും സെർവറും വേണം. ഇപ്പോൾ ഡൊമൈൻ നെയിമും സെർവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ വെബ്സൈറ്റ് പബ്ലിക്കിന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കണം, ഒരു നെയിം കൊടുക്കണം. അതായത് നെയിം മീൻസ് നമ്മൾ വെബ് ബ്രൗസർ, അതായത് ക്രോമോ ഫയർഫോക്സോ എന്നീ വെബ് ബ്രൗസറിൽ പോയിട്ട് നമ്മൾ www.abcd.com അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വെബ്സൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെയിമിനെ അല്ലെ www.abcd.com എന്ന് പറയുന്ന ആ ഒരു നെയിമിനെയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു നെയിം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ആ ഒരു നെയിമിന് നമുക്ക് എന്താക്കണം, ഒരു പ്ലേസിൽ കൊണ്ടുപോയിടണം. അതായത് ആ ഒരു നെയിം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നമുക്ക് നമ്മളെ ഫയലിൽ ഒരു പ്ലേസ് കൊണ്ടുപോയി ഇട്ടിട്ട് ആ നെയിമുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റ് ലൈവായിട്ട് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു പറയുന്ന ആ ഒരു പ്ലേസിന് അല്ലെങ്കിൽ ആ ഒരു പോർട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് വെബ് ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് സ്പേസ് അല്ലെങ്കിൽ സെർവർ എന്നൊക്കെ പറയും. അപ്പം ഈ രണ്ട് സാധനമാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് ബ്ലൂ ഹോസ്റ്റ് ആണ്. അപ്പോൾ ബ്ലൂ ഹോസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബ്ലൂ ഹോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, അതായത് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പിൽ വേണ്ട നമ്മളെ വെബ് ഡൊമൈൻ നെയിമും അല്ലെങ്കിൽ വെബ് ഹോസ്റ്റിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡറാണ് ബ്ലൂ ഹോസ്റ്റ്. അപ്പോൾ ബ്ലൂ ഹോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂ ഹോസ്റ്റ് റീസെൻ്റ്ലി കുറച്ച് ഡൊമൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് .co, .biz, .club. അപ്പോൾ ഈ .co എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പോർട്ട്ഫോളിയോക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റൻഷനാണ് .co. ഇനിയിപ്പോൾ .biz യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന കൈൻഡ് ഓഫ് വെബ്സൈറ്റ് സർവീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബിസ് യൂസ് ചെയ്യും. ഇനി നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാണ്, നിങ്ങൾക്കൊരു യോഗ ക്ലബ്ബ് തുടങ്ങണം, അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ കണക്ടിവിറ്റിയിൽ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനൊക്കെ പറ്റിയ ഡൊമൈനാണ് .club. അപ്പോൾ നമുക്കൊരു ജിം ക്ലബ്ബ് തുടങ്ങണം, .club യൂസ് ചെയ്യും. അപ്പം ഇങ്ങനെ ബെസ്റ്റ് കസ്റ്റമൈസ് ആയിട്ടുള്ള എക്സ്റ്റൻഷനാണിത്. അപ്പോൾ നിങ്ങളെ സർവീസിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡൊമൈൻ നെയിം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി 1 year ഫ്രീ കിട്ടും. അതായത് വെബ് ഹോസ്റ്റിംഗ് സെർവർ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 year ഫ്രീ ആയിട്ട് എന്താക്കും, ഒരു ഡൊമൈൻ നെയിം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം, നമുക്കൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ ഹോസ്റ്റിംഗ് സ്പേസ് വേണം. അപ്പോൾ ഹോസ്റ്റിംഗ് സ്പേസ് വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് സ്പേസ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 year ഡൊമൈൻ കിട്ടും. ബ്ലൂ ഹോസ്റ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇപ്പോൾ ബ്ലൂ ഹോസ്റ്റ് up to 70% ഓഫർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഒരു വേർഡ്പ്രസ് സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെർവറും ഡൊമൈനും നിങ്ങൾ ബ്ലൂ ഹോസ്റ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് ഓഫറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും up to 70% ഓഫ് ഹോസ്റ്റിംഗ് വേർഡ്പ്രസ് വെബ്സൈറ്റ് ആൻഡ് സ്റ്റോർസ്. അപ്പോൾ വേർഡ്പ്രസ് വെബ്സൈറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെർവർ വേണം, ഡൊമൈൻ വേണം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കും, 70% ഡിസ്കൗണ്ട്, up to 70% ഡിസ്കൗണ്ട്, കൂടാതെ ഫ്രീ 1 year ഡൊമൈൻ കിട്ടും നമുക്ക്, അതുപോലെ ഫ്രീ SSL കിട്ടും, അതുപോലെ ഫ്രീ CDN, അതുപോലെ
മണി ബാക്ക് ഗ്യാരണ്ടിയും ഉണ്ട്. അതായത് ഫ്രീ ഡൊമൈൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും സെർവർ മേടിക്കണം. അപ്പോൾ സെർവർ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 ഇയർ ഫ്രീ ആയിട്ട് ഡൊമൈൻ കൂടി കിട്ടുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, പിന്നെ അതുപോലെ SSL എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റാണ്, അതായത് സെക്യൂർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. SSL സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ സെക്യൂർ ആയിരിക്കും നമ്മളെ വെബ്സൈറ്റ്. അപ്പോൾ കുറച്ച് ഡൊമൈൻ നല്ല സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മളെ വെബ്സൈറ്റ് ഉണ്ടാക്കാം. പിന്നെ ഫ്രീ CDN അവൈലബിൾ ആണ്. പിന്നെ അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് താഴോട്ടൊക്കെ വന്നാൽ കാണാൻ പറ്റും നല്ല വൃത്തിക്കുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ ബ്ലൂ ഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡൊമൈനൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. അതുപോലെ പാക്കേജിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പ്രൈസിൻ്റെ പാക്കേജിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എ ഗ്രേറ്റ് പ്ലേസ് ടു സ്റ്റാർട്ട് യുവർ വെബ്സൈറ്റ് ഓർ ബ്ലോഗ്. അപ്പോൾ ഒരു ബ്ലോഗ് പോലെയുള്ള ഒരു വെബ്സൈറ്റൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷെയർ ഹോസ്റ്റിംഗ് സ്പേസ് മതി. ആ ഒരു സ്പേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2.95 മതി മന്ത്ലി. ഓക്കെ, അതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ 70% ഓഫർ ഇപ്പോൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾ നമ്മൾ വേർഡ് പ്രസ് അല്ലെങ്കിൽ കസ്റ്റമായിട്ട് നമുക്ക് വേർഡ് പ്രസ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ടെക്നിക്കലായിട്ട് വലിയ ഐഡിയ ഇല്ല അല്ലെങ്കിൽ ഡിസൈനിങ് നോളജ് ഇല്ലാത്ത ഒരാൾക്കൊക്കെ സിമ്പിളായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഓപ്ഷനാണ് നമ്മളെ വെബ്സൈറ്റ് ബിൽഡർ ഓപ്ഷൻ. അതായത് $4.95 വരും മന്ത്ലി. പിന്നെ ഉള്ളത് ഓൺലൈൻ സ്റ്റോറാണ്. അപ്പോൾ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ-കൊമേഴ്സ് അങ്ങനെ കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് ബേസ്ഡ് നമ്മൾ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഓൺലൈൻ സ്റ്റോർ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനത്തെ പറ്റിയ സെർവറാണ് ഏത് ഓൺലൈൻ സ്റ്റോറിൻ്റെ സെർവർ. അതിനൊരു $12.95 വരും മന്ത്ലി. അപ്പോൾ വളരെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ട്. അറൗണ്ട് 70% നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പം ഈ ഒരു ടൈമിൽ. അപ്പോൾ പിന്നെ കൂടാതെ നമുക്കറിയാം ഇവരെ ബെനഫിറ്റ്സും അതുപോലെ അഡ്വാൻറ്റേജൊക്കെ മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് തീംസുകൾ അവൈലബിൾ ആണ്. അതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം, ഡിസൈൻ സ്കില്ലിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്കുള്ളത് പല എന്താ പറയുക തീം ക്രിയേറ്ററും അതുപോലെ പല തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. പേയ്പാലെല്ലാം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാനും സിമ്പിളാണ്. പിന്നെ അതുപോലെ നമുക്ക് മെയിൻ ഇതിലെ അഡ്വാൻറ്റേജ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിനെ മാനേജ് ചെയ്യാൻ, അതായത് നമ്മളെ വെബ്സൈറ്റിൽ നമുക്ക് കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സെർവർ അല്ലെങ്കിൽ cPanel എന്നീ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ യൂസ്ഫുള്ളായിരിക്കും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലേഔട്ടും കാര്യങ്ങളാണ് ആയിരിക്കും ഏത് കൈൻഡ് ഓഫ് ഉള്ള പീപ്പിൾക്കും പോയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇൻ്റർഫേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് പറയാൻ വയ്യ. കാരണം ബ്ലൂ ഹോസ്റ്റിൻ്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ 24/7 സപ്പോർട്ടാണ്. ഏത് സമയത്ത് നിങ്ങൾക്ക് ബ്ലൂ ഹോസ്റ്റ് ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താക്കും ഭംഗിയായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് ബ്ലൂ ഹോസ്റ്റിൻ്റെ ഒരു സിംപ്ലി പറയുന്ന ഒരു ഫീച്ചേഴ്സ്. കാരണം ഇപ്പോൾ 70% ഓഫർ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്ത് പറയുന്നു. കാരണം നിങ്ങൾക്ക് പോയിട്ട് ഡൊമൈനും സെർവറും വാങ്ങാൻ പറ്റിയ ടൈമാണ്. ഓക്കെ, ഹോസ്റ്റിംഗ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതായത് പ്രൊവൈഡിങ് 3 ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, പിന്നെ VPS ഹോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൽ ബ്ലൂ ഹോസ്റ്റിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സെക്യൂരിറ്റിയാണ്. ഹൈ സെക്യൂർ ആണ്, സെർവർ ഈസ് ഹൈ സെക്യൂർ ആണ്. നമ്മൾ വേർഡ് പ്രസ് ഒക്കെ പോലത്തെ CMS സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രൊവൈഡിങ് ഹൈ സെക്യൂരിറ്റി. ആൻഡ് ഓൾസോ നമുക്ക് വേർഡ് പ്രസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാം ബ്ലൂ ഹോസ്റ്റിനെയാണ് പ്രൊവൈഡറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം പവർഫുൾ SSD ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണ് വിത്ത് ഫുൾ റൂട്ട് ആക്സസ് എവറിത്തിങ് നമുക്ക് കിട്ടും. പിന്നെ പ്രൈസ് പ്ലാൻ ഉണ്ട് ഇവിടെ, സ്റ്റാൻഡേർഡ്, എൻഹാൻസ്, പ്രീമിയം പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണം സ്റ്റാൻഡേർഡ് പോയാൽ തന്നെ അറൗണ്ട് 8 core 8 GB റാമുള്ള 500 GB മൈക്രോ SSD സ്റ്റോറേജുള്ള 5 TB ബാൻഡ്വിഡ്ത്തും 3 IP അഡ്രസ്സും cPanel ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജാണ് വരുന്നത്. അപ്പം വളരെ എന്താ പറയുക നല്ലൊരു ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേർഡ് പ്രസ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 24/7 ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ അതിന് വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസോ എന്തോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കസ്റ്റമർ കെയർ സപ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻസ് നമുക്കറിയാം, നമ്മൾ ഡിസൈനേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ്, വെബ്സൈറ്റിൻ്റെ ഡിസൈൻസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യും. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഡെവലപ്മെൻറ്റ്, അതായത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത സാധനം ഒരു ഇമേജ് ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഡിസൈൻ. നമുക്കറിയാം
ഈ ഇമേജ് ഫോർമാറ്റിൽ നമുക്ക് കുറച്ച് ലൈവ് അല്ലെങ്കിൽ ലൈഫ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിനെ HTML അല്ലെങ്കിൽ CSS ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് കുറേ അധികം അഡ്വാൻസ് ആയിട്ടുള്ള CSS ഫ്രെയിംവർക്ക് ഉണ്ട്. ബൂട്ട്സ്ട്രാപ്പ്, UI കിറ്റ്, മെറ്റീരിയലൈസ്, കുറേ അധികം CSS ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു CSS ഫ്രെയിംവർക്ക് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമ്മൾ ഡിസൈനാണ് എക്സാക്ട് HTML ട്രാൻസ്ഫോർ ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതിന് ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്യാം. ഫങ്ഷനാലിറ്റി മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം നമ്മൾ ആ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ അത് റീയൂസ് ചെയ്യാൻ പറ്റും. പോർട്ട്ഫോളിയോ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ജോബിന് അപ്രോച്ച് ചെയ്യും. നിങ്ങൾ നാളെ ഒരു ജോബിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ 6 years ആയിരിക്കണമെന്നില്ല. 6 years മാറിയിട്ടുണ്ടാവും, 8 years ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ അബൌട്ട് അസ് എല്ലാം കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ CV ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം, ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണം, പുതിയ നമ്പർ ആഡ് ചെയ്യണം, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും കോഡ് പോയി എഡിറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്താക്കാം, ഡൈനാമിക്കലി അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് പറയുന്ന പേരാണ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ HTML നമ്മൾ എന്താക്കും, ഒരു കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റും. അതായത് CMS പോലെയുള്ള WordPress ഒക്കെ പോലെയുള്ള ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റും. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളതാണ് WordPress. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഡെവലപ്മെൻറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ്, അതായത് ഡൊമൈൻ നെയിം സെർവർ ഉണ്ടാവും. അപ്പോൾ ഈ സെർവർ എന്ന് പറയുന്നത് ഈ പ്ലോട്ടിലേക്ക് നമ്മൾ ഈ ഫയൽസിനെ കൊണ്ടുപോയി ഇടും. ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് എന്താകാൻ പറ്റുന്നത്, www.abcd.com എന്ന് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റ് ലൈവ് ആകുന്നത്. അപ്പോൾ ഇത്രയും 4 സ്റ്റെപ്സേ ഉള്ളൂ നമുക്കൊരു പ്യുവർലി നമുക്ക് ഫ്രം സ്ക്രാച്ച് എന്നൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്താക്കുക, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ എപ്പിസോഡും വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് വീക്ക് കാണാം. See you, bye guys.